ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർ കാർ മ്യൂസിയത്തിലേക്ക് വന്നിട്ട് ഗൈസ്. കാറിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഗൈസ് ഈ മ്യൂസിയം. എല്ലാവരും വന്ന് കാണേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ കാറിൻ്റെ മ്യൂസിയം. പഴയ കാർ മുതൽ പുതിയ കാർ വരെ എല്ലാവിധ കാറുകളും ഉണ്ട്. പിന്നെ ആഡംബര വണ്ടിയ റോൾസ് റോയ്സിൻ്റെ പുതിയ മോഡലും പഴയ മോഡലും എല്ലാം ഉൾക്കൊള്ളിച്ച്, പിന്നെ സ്പോർട്സ് വാഹനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു അടിപൊളി മ്യൂസിയം ഗൈസ്. അപ്പോൾ ആരെങ്കിലും കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ പോയിട്ട് ഈ മ്യൂസിയം സന്ദർശിക്കണം. അത്ര അടിപൊളിയാണ് കേട്ടോ. പോയി ഞങ്ങളെല്ലാവരും അന്തം വിട്ട് പോയിട്ടോ. അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ കാറിൻ്റെ. പിന്നെ കാറിൻ്റെ പാർട്സുകളും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ കാറിൻ്റെ. ശരിക്കും കാറിൻ്റെ വെറൈറ്റികൾ ആണെങ്കിൽ ഈ മ്യൂസിയത്തിലേക്ക് വരണം ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർ ഈ മ്യൂസിയത്തിലേക്ക് വരുന്നത്. ഇനി പോയവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് റോൾസ് റോയ്സ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഞാൻ എൻ്റെ മോനിക്ക് ഫോട്ടോസ് എടുത്തിട്ടോ. പിന്നെ അത് കണ്ടില്ലേ, പണ്ടത്തെ കാരേജ് വണ്ടിയാണ് കേട്ടോ. ഇതെന്ത് വണ്ടിയാണെന്നുള്ളത് എനിക്കറിയുന്നില്ല ഗൈസ്. പിന്നെ ഇത് പണ്ടത്തെ ബസ്സാണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്തം വിട്ട് പോയി ഗൈസ്. കാരണം ഞാനിത് മറ്റേ കാർട്ടൂണിലേക്ക് കണ്ടിട്ടുള്ളൂ. കുട്ടികളുടെ കാർട്ടൂൺ സോങ് ഉണ്ടല്ലോ, അതിലാണ് അങ്ങനത്തെ ബസ്സുകൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ. പിന്നെ അതിൽ ഇതുപോലത്തെ ചെറിയ മിനിയേച്ചർ വണ്ടികൾ അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയും. നമുക്ക് പോയാൽ സത്യം പറഞ്ഞാൽ ഓരോ വണ്ടികൾ കാണുമ്പോൾ നമ്മൾ ഇത് അടിപൊളി, ഇത് അതിനെക്കാട്ടി അടിപൊളി അങ്ങനെ പറയട്ടോ. അത്രയും അടിപൊളി കളക്ഷൻസ് ആണ്. പിന്നെ അത് ലാസ്റ്റ് കാണുന്നത് പണ്ടത്തെ കാരവനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പക്ഷേ ഉള്ള അടിപൊളിയാണ് ഗൈസ്. റൂം എങ്ങനെയാണ് അതിലേറെ സെറ്റപ്പാണ് കേട്ടോ. ഈ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഓരോ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ ഫോട്ടോസ് ഒരുപാട് എടുത്തിട്ടോ. കാരണം ഇതൊക്കെ കാഴ്ചയിൽ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, എന്ത് വിട്ട് പോകുന്നത് അത്ര അടിപൊളിയാണ്. പിന്നെ സ്പോർട്സ് കാറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അതൊന്നും ഞാൻ ഇതിൽ അധികം ഉൾക്കൊള്ളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള സ്പേസ് എൻ്റെ ഫോണിലില്ലായിരുന്നു ഗൈസ്. അതാണ് കേട്ടോ പ്രശ്നം. പിന്നെ എല്ലാ വണ്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അത്യാവശ്യം നല്ല വണ്ടികൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും ഫോട്ടോ എടുത്തിട്ടോ. കാരണം വണ്ടിപ്രാന്തമായിട്ട് ഒരു പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ വണ്ടിപ്രാന്തമാരാണ്. കാറ് പറഞ്ഞാൽ ഒരു ഭയങ്കര ജീവനാണ് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. പിന്നെ ഞാൻ എല്ലാ വണ്ടികളുടെ ഫോട്ടോസ് അങ്ങോട്ട് എടുത്തോട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസ് എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ഗാലറി ഫുള്ളായി. പിന്നെ കുറേ വണ്ടികൾ മിസ്സായിട്ട് എടുക്കാൻ നമ്മൾ കണ്ടില്ല. ഒരു കാറിൻ്റെ ഫുള്ള് പാർട്സും ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കേട്ടോ ഗൈസ്. അത് കാണാൻ ഒരു അതിശയം തന്നെയാണ് ഗൈസ്. ഒരു വണ്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാണാട്ടോ. അതിൻ്റെ എഞ്ചിനും ടയറും എല്ലാം അതിൻ്റെ എല്ലാ പാർട്സും അങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടികളുടെ പേരൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക.